52,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വളരെ ലോവേ ഓടിയിട്ടുള്ളൂ. മാരുതി വാഹനമാണ്, അതിൻ്റെ ഒരു ഡിപ്രിസിയേഷനേ ഉണ്ടാവും. നമ്മൾ വേറൊരു ബ്രാൻഡ് വെച്ച് കമ്പയർ ചെയ്യരുത്. നമുക്ക് കൂടുതലും DSG ഗിയർ ബോക്സിന്റെ എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല മൂവിംഗ് ഉള്ള ഒരു സാധനമാണ് അല്ലേ? മാനുവലിൽ ഓടിക്കണമെങ്കിൽ മാനുവലിൽ ഓടിക്കാം, ഓട്ടോമാറ്റിക് ഓടിക്കണം ഓട്ടോമാറ്റിക് രണ്ട് ചെയ്യാം. അതായത് ഒരു ഗുണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം വണ്ടി. നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ്. ഒരു 4 രൂപ റേഞ്ചിലൊക്കെ വരുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കൊച്ചി കാർ ആൻഡ് ബൈക്കിൽ വെച്ചിട്ട് ഒരു ഓട്ടോമാറ്റിക് കാറിൻ്റെ ചാകരത എൻ്റെ പുറകിൽ നിരന്ന് കിടക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങളുണ്ട് സ്പെഷ്യൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് എൻക്വയറി ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ CVTയും AMTയും എല്ലാം വരുന്ന സാധനം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രാംരാജ്. കൊച്ചി കാർ ആൻഡ് ബൈക്കിലാണ്. ലൊക്കേഷൻ വരുന്നത് ആലുവ ദേശത്താണ്. കറക്റ്റ് ലൊക്കേഷൻ, ഹൈവേ സൈഡ് തന്നെ കാണാൻ പറ്റും. ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിന് അടുത്തായിട്ട്. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറന്നു പോകണ്ട. പല സെഗ്മെന്റുള്ള ചെറുതും വലുതുമായ എല്ലാ വണ്ടികളും ഉണ്ട് അല്ലേ? ഓട്ടോമാറ്റിക്കലി 60 തൊട്ട് അങ്ങോട്ട് മുകളിലോട്ട് എല്ലാ വണ്ടികളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റ്. ഇത് മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുകയും ചെയ്യും. കൂടാതെ 25,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് പ്രൈസും ഉണ്ട്. അപ്പോൾ മിസ് ചെയ്യാതെ കാണാം. ബാക്കി കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, മറന്നു പോകണ്ട. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഇഗ്നിസ് ആണ്. ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. പറയുള്ളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് വരുന്നത് 2021 സീറ്റയാണ്. സീറ്റ ടോപ്പിൻ്റെ തൊട്ട് താഴെ, ആൽഫയുടെ തൊട്ട് താഴെ വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. അലോയ് വീല് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എല്ലാം തന്നെ വരുന്നത്. എയർ ബാഗ് എല്ലാം ഉണ്ടാവും. 38,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ജെനുവിൻ സർവീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 2 വർഷം കൊണ്ട് 2 വർഷം ഓട്ടം പോയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ക്ലീൻ വാഹനമാണ്. ഓട്ടോമാറ്റിക് AMT ആണ് വരിക. ഒരു പെർഫോമൻസ് കാറാണ്. മൈലേജ് ഒരു 5 ഒക്കെ കിട്ടൂല? 15 എന്തായാലും കിട്ടും. മാനുവലിൽ നമുക്കൊരു 18 വരെ കിട്ടുന്നുണ്ട്. 15 എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും. കൺഫേം ആയിട്ട്. ഓക്കെ, അപ്പോൾ AMT ആയതുകൊണ്ട് തന്നെ വലിയ ലോസ് ഉണ്ടാവില്ല. കാരണം ഓടിക്കാൻ അറിയാത്തവരാണെങ്കിലും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 7,000 ആ റേഞ്ച് സർവീസ് കോസ്റ്റും വരുന്നുള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം ഇപ്പോൾ? ഇത് നമുക്കൊരു 630 ഫൈനൽ 2 ഇയർ വാറണ്ടി ഇട്ട് കൊടുക്കാം. 2 ഇയർ വാറണ്ടിയോട് കൂടി 6,30,000 രൂപയ്ക്ക് 2021 സീറ്റ 38,000 കിലോമീറ്റർ ഓടിയ ഇഗ്നിസ് നല്ലൊരു അടിപൊളി പെർഫോമൻസ് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ട്രാഫിക്കിൽ മറ്റേ സിറ്റികളിലൊക്കെ ഓടിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് എറണാകുളംകാർക്ക്, എറണാകുളം മാനുവലിൽ ഓടിക്കണമെങ്കിൽ മാനുവലിൽ ഓടിക്കാം, ഓട്ടോമാറ്റിക് ഓടിക്കണം ഓട്ടോമാറ്റിക്. രണ്ടും ചെയ്യാം. അതായത് ഒരു ഗുണം. അപ്പോൾ ശ്രദ്ധിക്കുക. ഒരു നമുക്ക് 5-5.5 ലോൺ വരും. ലോൺ ഇത് നമുക്ക് 21 വണ്ടിയല്ലേ, നമുക്കൊരു 70-80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വണ്ടി ഇറക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സിബലൊരു വേറെ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇറക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതിൻ്റെ പുതിയ വണ്ടിക്ക് ഏകദേശം എനിക്കൊന്ന് 8-8.25 മേളിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു. എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നേരത്തെ കണ്ടത് AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് CVT ഓട്ടോമാറ്റിക് ആണ്. ഹോണ്ടയുടെ ജാസ് KL7 രജിസ്ട്രേഷൻ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് വരുന്നത് 2016 വണ്ടിയാണ്. 2016 V. ഇതും ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ്. VX അല്ല, ടോപ്പ് VX അല്ല, V ആണ്. ഇത് VX ആണ് ടോപ്പ്. VX അതിന്റെ തൊട്ട് താഴെ V ആണ്. അലോയ് വീല്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. CVT ആണ് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണ്. 62,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന സിംഗിൾ ഓണർ. നോർമൽ ഓട്ടം. നോർമൽ കുറവ് തന്നെയാണ്. പെട്രോൾ വണ്ടി ആ ഒരു 10,000 വെച്ച് ഓടുന്ന വർഷം വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം റീപെയിൻ ഉണ്ട് കുറച്ച്, അല്ലാണ്ട് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വാറണ്ടി എത്ര? നമ്മൾ 1 ഇയർ കൊടുക്കാൻ പറ്റും. ഇയറിന്റെ മാറ്റം കൊണ്ട് 1 ഇയർ വാറണ്ടി കിട്ടും. റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാ വണ്ടിയും കിട്ടുന്നുണ്ട്. ഏത് വണ്ടിയായാലും റോഡ് സൈഡ് അസിസ്റ്റ് കിട്ടും. അത് മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹോണ്ടയുടെ പെട്രോൾ വണ്ടിയാണ്. വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. മൈലേജ് ഒരു 14-15 ഉണ്ടാവില്ല. ആ റേഞ്ച് 15 വരെ നോക്കിയാൽ മതി. കാരണം CVT ആണ്. ഗിയർ ബോക്സ് സ്മൂത്ത് ആയിരിക്കും. ഓടിക്കാൻ നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ആയിരിക്കും. വണ്ടി കുത്തോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടില്ല. ഒഴുക്കിൽ അങ്ങനെ പോയിക്കോളും. ഓക്കെ, എത്ര ഫൈനൽ 6,10 കൊടുക്കും? 6,10,000. 2016 ഓട്ടോമാറ്റിക് ജാസ് V ഓപ്ഷനാണ് വാഹനം. നോർമൽ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഓക്കെ, ഒരു 5-5.5 ലോൺ വരുമോ? ഇതൊരു 5-ന് എന്തായാലും കയറും. 5-ന് 2016 വണ്ടിയാണല്ലോ. ഒരു 70% ഒക്കെ പിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു 1 ലിറ്റർ എൻജിൻ ഓട്ടോമാറ്റിക് വാഹനം വന്നിരിക്കുകയാണ്. ഇത് AMT ഗിയർ ബോക്സ് തന്നെയാണ്. KL2 രജിസ്ട്രേഷനുള്ള റിനോയുടെ കൈഗറാണ് വാഹനം. പറഞ്ഞോളൂ. ഇത് വരുന്നത് RXL എന്ന് പറയുന്ന വേരിയന്റ്. മിഡിലാണ്. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. എയർ ബാഗ് വരും. 2 എയർ ബാഗ് ഉണ്ടാവും. പിന്നെ ആകെ 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. 2021.
ഓക്കെ. സെക്കൻഡ് സർവീസ് നിലവിൽ കഴിഞ്ഞ് നിൽക്കുന്ന വാഹനമാണ്. ഇപ്പോൾ എടുത്ത പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. പിന്നെ കമ്പനി ഓൾറെഡി വാറണ്ടി ഉണ്ട്. അതെ. അടുത്ത കൊല്ലം വരെ വാറണ്ടി ഉണ്ട്. 1 ഇയർ കമ്പനി വാറണ്ടി ഉണ്ട്. 25 വർഷം 2025 വരെ വാറണ്ടി ഉണ്ട്. ഇവരിപ്പോൾ അഡീഷണൽ ആയിട്ട് നല്ല സീറ്റ് കവേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഓൾറെഡി എടുത്ത കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. 1000 കിലോമീറ്റർ ഓടിയതാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നീറ്റ് ടയേഴ്സ് ഉണ്ട്. 11,000 ഓടി തന്നെ കഴിച്ചിട്ട് ബാക്കി ഒരു പുതിയ വണ്ടി എടുത്ത പോലെ തന്നെ ഒരു ഫീല് കിട്ടും. അതെ, തീർച്ചയായും. പുതിയ വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ ആലോചിക്കാം അല്ലേ? നമ്മൾ അത്രയും എമൗണ്ട് അവിടെ കൊണ്ടു കൊടുക്കണം, ഒന്ന് ആലോചിക്കാം. ഇത് വരുന്നത് നമുക്ക് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,75,000 നമ്മൾ ചോദിക്കുന്നത്. 6,75,000. ഇതും ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിന്റെ മാനുവലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല വിലപ്പാടുണ്ടാവും. വേറെ വ്യത്യാസം ഉണ്ടാവും. നല്ല വ്യത്യാസമുണ്ട്. ഒരു 1 ലക്ഷിന്റെ അടുത്തൊക്കെ ഏകദേശം വ്യത്യാസം വരും. ഓക്കെ. അപ്പോൾ ഇതിൽ ലോണും ലോണും നമുക്ക് 21 വണ്ടി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു 90% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അത്രയും കിട്ടുന്നുണ്ട്. 1 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും. കാരണം 1 ലിറ്റർ ആകുമ്പോൾ പിന്നെ നല്ലൊരു 18 ആ റേഞ്ച് എന്തായാലും കിട്ടും. 1 ലിറ്റർ AMT ആണ്. അതുകൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. എന്തായാലും കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്കോ. ഇനിതാ നല്ലൊരു അടിപൊളി കോമ്പാക്ട് SUV തന്നെ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു വാഹനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ടാറ്റ നെക്സോൺ KL 39 രജിസ്ട്രേഷനുള്ള നെക്സോൺ ആണ്. പഴയ ഷേപ്പാണ്. പറയൂ. ഇത് വരുന്ന 2018 മോഡലാണ്. ഓക്കെ. 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നോർമൽ XZA പ്ലസ് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്. ഇതും AMT ആണ് വരിക. വേറെ ഒന്നും എത്ര ഓടിയിട്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 47,000. നല്ല നീറ്റാട്ടോ. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. ടയേഴ്സും അതേപോലെ തന്നെ എല്ലാം ഇൻബിൽറ്റ് വരുന്നതാണ്. നമ്മളൊന്നും അഡീഷണൽ ചെയ്യേണ്ടില്ല അല്ലേ? സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. നമ്മൾ ചോദിക്കുന്നത് 7,35,000. 7,35,000 2018 XZA പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് നെക്സോൺ ആണ് നിങ്ങൾക്ക് കൂടെ ലഭിക്കുന്നത്. ഒരു 6,500 ലോൺ വരും. ഇത് 6 അടുപ്പിച്ച് എന്തായാലും ലോൺ കയറും. ഒരു 85 വരെ നമുക്ക് കിട്ടും. ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 2 ഇയർ വാറണ്ടിയും എല്ലാം ലഭിക്കുന്ന പെർഫോമൻസും അതേപോലെ തന്നെ സേഫ്റ്റി ഉള്ളൊരു കാർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വീണ്ടും CVT-യിലേക്ക് വന്നിരിക്കുകയാണ്. ബലേനോ ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. ഇപ്പോഴത്തെ ബലേനോ AMT അല്ലേ വരുന്നത്? ഇപ്പോൾ AMT ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വിരളമായിരിക്കും. അതെ. 2017 ലാസ്റ്റ് വരെയാണ് ആ CVT ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം MT-യിലോട്ട് മാറി. അതെ. അപ്പോൾ ഒരു CVT അനുഭവം ആണെന്നുണ്ടെങ്കിൽ ബലേനോയിൽ എടുക്കാൻ പറ്റിയ സാധനമാണ്. വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ആ ടൈമിൽ നല്ല ബോഡി ക്വാളിറ്റി ആയിരുന്നു. തീർച്ചയായും. ഇത് വരുന്ന 2017 വണ്ടിയാണ്. സീറ്റാണ് വേരിയന്റ് വരുന്നത്. ഫുള്ളിന്റെ തൊട്ട് താഴെ സിംഗിൾ ഓണറാണ്. 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ. കുറവാണ്. കിലോമീറ്റർ വയസ്സ് കുറവാണ്. വളരെ കുറവാണ്. ഇത് വെച്ചിട്ട് കുറവാണ്. 7,000. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ക്ലീൻ വണ്ടി. വാറണ്ടി നമുക്ക് 2 ഇയർ കൊടുക്കാൻ പറ്റും. 2 ഇയർ എന്ന് വെച്ചാൽ ഇവരുടെ 1 ഇയർ വാറണ്ടി എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് വാറണ്ടിയാണ് കേട്ടോ. അത് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെറിയ പാർട്സിനൊന്നുമല്ല, ഒരുമാതിരി മിക്ക പാർട്സും എല്ലാം കവറാകുന്ന വാറണ്ടിയാണ് ഫസ്റ്റ് 1 വർഷം വരുന്നത്. അപ്പോൾ നിങ്ങൾ 1 വർഷത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഫ്രീ ഓഫ് കോസ്റ്റ്ലി ചെയ്തെടുക്കാൻ പറ്റും. ഇൻക്ലൂഡിങ് ലേബർ ആണോ? അതെ, ഇൻക്ലൂഡിങ് ലേബർ ആണ്. ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. സെക്കൻഡ് വാറണ്ടി വരുന്നത് 2ാം വർഷം വരുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനുമാണ്. അത് മേജർ പാർട്ടാണ് വണ്ടിയുടെ. അപ്പോൾ അതിനാണ് ആ ഒരു വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും മേജർ ആയിട്ടുള്ള പ്രശ്നം എഞ്ചിനും ഗിയർ ബോക്സിനും എന്തെങ്കിലും തോന്നുന്നു. അപ്പോൾ നമ്മൾ 2 ഇയർ അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ പറയും. അപ്പോൾ ഇപ്പോൾ ഉള്ള കിലോമീറ്റർ പ്ലസ് 25 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 47 പ്ലസ് 25 വരുന്നു. അപ്പോൾ അത്രയും വന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ ഒരു 7 lakhsന് 7 ലക്ഷം. 2017 സീറ്റ ബലേനോ 7 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിനൊരു 6 lakh ഇറക്കാമല്ലോ? 6 lakh ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബാക്കി ഡൗൺ പേയ്മെന്റ് ഇട്ട് ഇറക്കാൻ പറ്റില്ല. ഓക്കെ. അടുത്ത നിസാൻ മൈക്ര വന്നു. ഇത് CVT ഗിയർ ബോക്സ് തന്നെയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ഒരു അടിപൊളി നിസാൻ മൈക്ര. എങ്ങനെയാ? ഇത് വരുന്ന 2015 മോഡലാണ്. 52,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. വളരെ ലോവേ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് ആണോ HP? ഇത് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്നത്. XL ആണോ? XL വരുന്നത്. XL CVT. പുഷ് ബട്ടൺ വരുന്നുണ്ടോ? പുഷ് ബട്ടൺ വരുന്നില്ല. പുഷ് ബട്ടൺ നെക്സ്റ്റ് ഓപ്ഷനിലാണ് വരുന്നത്. അല്ല, 2012-13 XL പുഷ് ബട്ടൺ ഉണ്ട്. XL അത് കഴിഞ്ഞിട്ട് അവർ മാറ്റിയപ്പോഴാണ് അങ്ങോട്ടും മാറ്റി കളിക്കും. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും പുഷ് ബട്ടൺ മാത്രമാണ് ഇതിലുള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നത്. അതൊഴികെ എല്ലാം വരുന്ന വാഹനമാണ്. ഓക്കെ. CVT ഗിയർ ബോക്സ് ആണ്. നമ്മൾ നേരത്തെ ഇതിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സ്മൂത്ത് ആയിരിക്കും. മൈലേജ് ആ ഒരു ലെവലിൽ തന്നെ കണ്ടാൽ മതി. ഇതും 1.2 ലിറ്റർ ഒരു വരുന്നത് ആ ഒരു ലെവലിൽ തന്നെ കണ്ടാൽ മതി മൈലേജ്. ഓക്കെ. പിന്നെ എല്ലാം കമ്പനി സർവീസാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇപ്പം ടയർ ഇപ്പം ജസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. 4 ടയർ പ്ലസ് സ്റ്റെപ്നിയും പുതിയ ടയറാണ്.
ടയർ റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ വണ്ടിക്ക് ലുക്ക് എന്താ പറയുക നമ്മൾ അഡീഷണൽ കൊടുക്കുന്നതാണ് കേട്ടോ, അല്ലാണ്ട് റീപ്ലേസ് വെച്ചാൽ പുതിയ ടയറാണ്, പുതിയ അടിപൊളി ടയർസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഇപ്പം നമ്മൾ മാറിയിട്ടുണ്ട്, പുതിയ ബാറ്ററി ആയിരിക്കണം, അത് ഏകദേശം ഒരു 1 year വാറണ്ടി ഉണ്ട്. ഓക്കെ. പിന്നെ പുതിയ ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. എടുക്കുന്ന പാർട്ടിക്ക് ഇനി നോർമൽ ഒരു സർവീസ് ചെയ്താൽ മതി. സർവീസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു 2000 kilometer ആയിട്ടില്ല സർവീസ് ചെയ്തിട്ട്. നിങ്ങളെ പറഞ്ഞു കൊടുക്കില്ല എത്ര ചെയ്തെന്ന് പറഞ്ഞു. അതെല്ലാം നമ്മൾ നിസാനിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രോപ്പർലി നിസാനിൽ സർവീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ ഗിയർ ഓയിലെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് 10,000 kilometer ആകുമ്പോൾ ജസ്റ്റ് സർവീസ് ചെയ്താൽ മതി. ഓക്കെ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്കോ? അല്ല പ്രൈസ് പറഞ്ഞില്ല. പ്രൈസ് വരുന്നത് 470 ആണ്. 4,70,000 രൂപയ്ക്ക് ഈ ഒരു CVT മൈക്ര നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4 lakhs ലോൺ കിട്ടും. 4 lakhs ലോൺ കിട്ടും. കൂടുതൽ ഇത് ലേഡീസാണ്. നമുക്ക് കുറേ വണ്ടികൾ വിറ്റ് വെച്ചാൽ ഇതിലാവുമ്പോൾ ഈ AMTയിലും ഇതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ഹിൽ ഹോൾഡ് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നത്. AMT പുതിയതിൽ കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ പ്രോപ്പറാണ്. ഇതൊക്കെ നമ്മൾ അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ പുറകോട്ട് ഇറങ്ങുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. ഓക്കെ. ലേഡീസിന് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല, എന്നാലും പറയാണ് പൊതുവേ താല്പര്യം ഇതാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഓട്ടോമാറ്റിക് ക്വിഡാണ്. 1000 cc വാഹനം, KL 45 രജിസ്ട്രേഷനുള്ള ക്വിഡ്. പറഞ്ഞോളൂ. ഇത് വരുന്നത് 2018 RXL ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2018 വണ്ടിയാണ്. സിംഗിൾ ഓണറാണ് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ വരുന്നത് 28,000 kilometer ഓടിയിട്ടുള്ളൂ. പാതി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. നമുക്കൊരു 370 നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 3,70,000 ഓട്ടോമാറ്റിക് ക്വിഡ് 2018 മോഡൽ, ലോ കിലോമീറ്റർ വാഹനമാണ്. പ്രൈസും കൂടെ പറഞ്ഞു. പ്രൈസ് 370 ആണ്. സോറി പറഞ്ഞല്ലോ 3,00,000. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വെച്ചാൽ പ്രൈസ് എല്ലാം ഇതിൽ ഡിസ്പ്ലേഡ് പ്രൈസ് നോക്കിയാൽ അറിയാം. നമ്മൾ പ്രൈസ് ഇപ്പോൾ മാർച്ച് ആയ കാരണം നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് ഈ വണ്ടികൾ എടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അത് ശരി. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് പറഞ്ഞ പ്രൈസ് അതിൽ ഇൻക്ലൂഡ്, അതായത് കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 17 റേഞ്ച് റേഞ്ച് കിട്ടുന്നതാണ്. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വലിയ മെയിൻ്റനൻസും വരാത്ത നല്ലൊരു വാഹനമാണ്. AMT ഗിയർ ബോക്സ് വരുന്ന വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. സ്വിഫ്റ്റ് വന്നു. ഇതും ന്യൂ ഷേപ്പാണ്. KL 75 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. പറവോളം എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് വരുന്നതെന്ന് വെച്ചാൽ 2021 മോഡൽ 27,000 kilometer ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. VXI ഓട്ടോമാറ്റിക് ആണ്. VXIയിൽ മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ. വാറണ്ടി 2 വർഷമല്ലോ? 2 വർഷം വാറണ്ടി ഉണ്ട്. അല്ല, മാരുതിയുടെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. ഓക്കെ. അപ്പോൾ ഇവരുടെ എന്തായാലും 2 years വാറണ്ടി, RS എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ക്ലെയിം വണ്ടി. ഓക്കെ. എത്ര ഇപ്പോൾ? ഇത് നമ്മൾ ചോദിക്കുന്നത് 725 ആണ്. 7.5 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക് 2021 VXI വാഹനമാണ്. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര വരുന്നുണ്ടെന്നറിയോ? ഇവ ഒരു 8.25 അടുത്ത് ആ റേഞ്ച് വരുന്നു. മാരുതി വാഹനമാണ്. അതിൻ്റെ ഒരു ഡിപ്രിസിയേഷനേ ഉണ്ടാവും. നമ്മൾ വേറൊരു ബ്രാൻഡ് വെച്ച് കമ്പയർ ചെയ്യരുത്. അതുകൂടെ പറയാണ്. അത് ചില ആൾക്ക് ഡൗട്ട് വരും, അന്ന് ഇറങ്ങുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളൊരു ഡൗട്ട്. മാരുതി വാഹനത്തിന് പൊതുവേ ഡിപ്രിസിയേഷൻ കുറവാണ്. ആ ഒരു വ്യത്യാസമാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇതിന് ആൾക്കാർ കൂടുന്നത്. അതെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് തന്നെയാണ് റോഡിലും കാണാനുള്ളത്. അതെ, അത്രയേ ഉള്ളൂ. മൈലേജ് ഉണ്ടാവും കേട്ടോ. ഒരു 17 പോയിന്റൊക്കെ ഉണ്ടാവും. ആ ഒരു 17 ആ റേഞ്ച് സെയിം ഇഗ്നീസിന്റെ ഒക്കെ ആ ഒരു എഞ്ചിൻ തന്നെ വരുന്നത്. അപ്പോൾ MT തന്നെ വരുന്നത്. MT വരുന്നു. ഒരു 6 റേഞ്ചിൽ ലോൺ കിട്ടും. 6,500 രൂപ റേഞ്ചിൽ ലോൺ എന്തായാലും കയറുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നല്ലൊരു സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടി നമ്മൾ വരാൻ പോകുന്നത്. അടുത്ത് നമുക്കിനി വാഗണാർ കൂടെ കാണിക്കാം ഓട്ടോമാറ്റിക്. പിന്നെ അതുപോലെ ഒരു മാഗ്നറ്റ് CVT കൂടെ. ഓക്കെ. അടുത്ത കോമ്പാക്ട് SUV തന്നെ വന്നു. നിസാന്റെ മാഗ്നൈറ്റ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല മൂവിംഗ് ഉള്ള ഒരു സാധനമാണ് അല്ലേ ഇത്? CVTയിൽ ഏറ്റവും നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റമാണ്. ഞാൻ പേഴ്സണലി ഓടിച്ചതാണ്, എനിക്കറിയാം. അത്യാവശ്യം നല്ല. അതെ, 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. ടർബോ ആണ്. സിംഗിൾ ഓണർ. 2021 മോഡൽ ടോപ്പ് എൻഡ് ആണ്. XV CVT ആണ്. ഓക്കെ. KL 8 രജിസ്ട്രേഷൻ. തൃശ്ശൂർ വണ്ടിയാണ്. സ്മൂത്ത് പെർഫോമൻസ് ആണ്. ഞാനന്ന് കോയമ്പത്തൂർ വരെ ഓടിച്ചു പോയി തിരിച്ച് വന്നു. ഞാൻ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ട് ഫിസിക്കലി എനിക്ക് 14 കിട്ടി. 14 അത് പറയാണ്. അപ്പോൾ കുറച്ച് സ്പീഡിലൊക്കെ ഓടിച്ച് പോയതാണ്. അപ്പോൾ നോർമൽ ഒന്ന് ഓടിച്ച് പോയാൽ അത്യാവശ്യം മൈലേജ് കിട്ടും. 14 എനിക്ക് ഫിസിക്കലി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് പറയണത്. ഈ ഒരു സെഗ്മെന്റിലെ ഒരു ബൾക്കി വണ്ടി എന്ന് പറയാം. അതെ, തീർച്ചയായും. ഓക്കെ. ബാക്കി എങ്ങനെ? 23,000 kilometer ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.
നമ്മുടെ 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് 870 ആണ് നമ്മുടെ പ്രൈസ്. 8,70,000 ഒരു CVT ഓട്ടോമാറ്റിക് വാഹനമാണ് മാഗ്നൈറ്റ്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ലുക്ക് വൈസ് തന്നെ വേറെ സുഖമാണ്. മസിൽ കാർ എന്ന് പറയുക ഈ ഒരു സെഗ്മെന്റിലെ മസിൽ കാർ. ഇതിൻ്റെ അതേ കാറ്റഗറി തന്നെയാണ് റിനോ കൈഗർ വരുന്നത്. പക്ഷേ കൈഗറിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഇതിൻ്റെ ലുക്കല്ല, അത് വേറെ ടൈപ്പാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വണ്ടിയുടെ AMT ഇറങ്ങുന്നുണ്ട്. AMT പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യരുത്. അതെ, AMTക്ക് വില കുറവാണ്. ഇത് ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് ഏകദേശം ഒരു 13 രൂപ റേഞ്ച് കോസ്റ്റ് വരുന്നുണ്ട്. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് പുതിയ വണ്ടി കാരണം ഒരു എന്തായാലും ഒരു 8 ലക്ഷം രൂപയുടെ അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കമ്പനി വാറണ്ടി ഇവരുടെ കഴിഞ്ഞു. 2 വർഷം എന്തായാലും കാറും ബൈക്കിൻ്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ഫുൾ ഓപ്ഷൻ വരുന്ന കാരണം ഈ പറഞ്ഞ പോലെ അലോയ് എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അലോയ്, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് വണ്ടി. അതുകൊണ്ട് ഇവർക്കിപ്പോൾ ഈ മാഗ്നറ്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇവർ വിൽക്കുന്നത് ഈ ഒരു വണ്ടി മാഗ്നറ്റ് മാത്രമാണ്. ഇതിപ്പോൾ തന്നെ പിടിച്ചിരിക്കുകയാണ്. അതെ, കാർ ഓഫ് ദ ഇയർ ഒക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. അതെ, തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഓട്ടോമാറ്റിക് വാഗണർ വന്നു. KL 56 കൊയിലാണ്ടി വണ്ടിയാണ്, കോഴിക്കോട്. ഓക്കെ, എങ്ങനെയാണ് ഇത് വരുന്നത്? 2017 മോഡൽ VXi ആണ് ഓട്ടോമാറ്റിക്. ഓക്കെ, സെക്കൻഡ് ഓണറാണ് വരുന്നത്. 56,000 കിലോമീറ്റർ. പിന്നെ അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അതെ, നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ്. ഒരു 4 രൂപ റേഞ്ചിലൊക്കെ വരുന്നത്. നമ്മൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 440 ഇൻക്ലൂഡിങ് 2 ഇയർ വാറണ്ടിയാണ്. 2 ഇയർ വാറണ്ടി. 4,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 2017 വാഗണർ സ്വന്തമാക്കാം. VXi ഓട്ടോമാറ്റിക് വാഹനം. നിങ്ങളൊരു സെലറി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ സെയിം സാധനം തന്നെയാണ്. ഇത് സെലറിയൊക്കെ ലുക്ക് വൈസുള്ള മാറ്റമേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ട് സെയിം ആണ്. അപ്പോൾ അങ്ങനത്തെവർക്കും ഈ ഒരു വാഹനം എടുക്കാം. ഓക്കെ, ലോൺ വരുമ്പോൾ നമുക്ക് ഒരു 70-80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇറക്കാൻ പറ്റും. മൈലേജ് ഉണ്ടാവേ? അത്യാവശ്യം മൈലേജ് ഉണ്ട്. അതെ, നോർമലി 17 കിട്ടുന്നതാണ്. മറ്റേ ഇതിൽ മാനുവലി ഇതിലും ഒരു 15 ആ റേഞ്ചൊക്കെ എന്തായാലും കിട്ടും. അത്രേ ഉള്ളൂ. എന്താ പറയുക, ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് വാഹനത്തിലൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഫോക്സ് വാഗൺ വെൻഡോ ആണ്. KL 11 കോഴിക്കോട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് വരുന്ന 2016 മോഡൽ 77,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി വരുന്നത്. ഓക്കെ, ഡീസൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു ഓട്ടമല്ല. അതെ, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 77,000 2016. ടോപ്പ് ഓട്ടോമാറ്റിക് ആണ്. കംഫർട്ട് ലൈൻ ആണ്. മിഡിൽ ഓപ്ഷൻ. ഓക്കെ, കംഫർട്ട് ലൈൻ ആണ്. DSG ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഒരു 16-17 ഒക്കെ മൈലേജ് ഉണ്ടാവും. ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, എന്തായാലും കിട്ടും. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നും ക്ലീൻ പീസ് ആണ്. കമ്പനി സർവീസ് ആണ് വരുന്നത്. ഓക്കെ, വാറണ്ടിയും കിട്ടും. 2 ഇയർ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 690 നമുക്ക് ഫൈനൽ ചെയ്യാം. 6,90,000 രൂപയ്ക്ക് ഫോക്സ് വാഗൺ ഡീസൽ ഓട്ടോമാറ്റിക് വെൻഡോ ആണ്. DSG ഗിയർ ബോക്സ് വരുന്ന വെൻഡോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 80% ലോൺ കിട്ടും. 85% ഒക്കെ എന്തായാലും കയറും. കാരണം വണ്ടിക്ക് ഇറങ്ങുമ്പോൾ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. നല്ല പ്രൈസുള്ള വണ്ടിയാണ്. ഇപ്പം നിർത്തിയിട്ടാണല്ലോ, പക്ഷേ ഇപ്പോഴും ഡീസൽ ഓട്ടോമാറ്റിക് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം പെട്രോൾ ഓട്ടോമാറ്റിക് കാണിച്ചിട്ട് ഈ ഒരു വണ്ടി കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും DSG ഗിയർ ബോക്സിന്റെ എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ ബോക്സ് വാനിൽ ഇല്ല. അപ്പോൾ അന്ന് ഇപ്പോഴും അവരും ടോർക്ക് കൺവെർട്ടർ ആക്കി. അതെ, ടോർക്ക് കൺവെർട്ടർ ആക്കി. DSG അതിൻ്റെ സ്മൂത്ത് വേറെയാണ് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. നമ്മളെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതൊരു മാനുവൽ വാഹനമാണ്. ഇത്രയാണ് നമ്മൾ ഓട്ടോമാറ്റിക് കണ്ടത്. മാനുവൽ നിർത്താം. ഹ്യുണ്ടയുടെ i20 ആണ്. KL 66 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ്, ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ആണ്. സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. അലോയ്സ് വരും. അഡീഷണൽ. പിന്നെ 51,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 2019 മോഡൽ. ഓക്കെ, 19 51,000 കിലോമീറ്റർ. വലിയൊരു ഓട്ടോ അല്ല, നോർമൽ ഓട്ടം തന്നെയാണ്. സ്പോർട്സ് പ്ലസ് ആസ്റ്റ ഓപ്ഷനിലുണ്ട്. ആസ്റ്റ ഉണ്ട്, അതിന്റെ താഴെ വരുന്നത്. ഇനി ഒരു 2 ഓപ്ഷൻ കൂടെ വരുന്നത്. ഇതിന്റെ മുകളിൽ ആസ്റ്റ ഓപ്ഷൻ. അത് എയർ ബാഗിന്റെ എണ്ണമൊക്കെ മാറുന്നതാണ്. വലിയ കാര്യമായിട്ട് ആസ്റ്റ ഓപ്ഷനിൽ 6 എയർ ബാഗ് വരും. മറ്റേതാണെന്നുണ്ടെങ്കിൽ 2 എയർ ബാഗ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആവും. ഇതിലും 2 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, പുഷ് ബട്ടൺ വരുന്നില്ലാന്നേ ഉള്ളൂ. അതേപോലെ തന്നെ വൈപ്പർ ഉണ്ടാവില്ല ബാക്ക്, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നില്ല. മറ്റേ അതും വരും. കുറച്ച് മാറ്റങ്ങൾ. നമ്മളിത് ഈ വണ്ടി കാണിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് കൂടുതലും മാനുവലിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടി i20 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു 4 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് റീസെന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തില്ല, ഇത് റീസെന്റ് വന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി കാണിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ബ്രോയുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ചോദിച്ചിട്ടുള്ളതും i20 തന്നെ. i20 ആണ്. അപ്പൊ i20 ആരാധകരെ ശാന്തരാകും. ഒരു സാധനമുണ്ട്.
ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6.35 വരെ ഫൈനൽ ചെയ്യാം. 6,35,000 2019 സ്പോർട്സ് പ്ലസ് ഹ്യുണ്ടായി i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണ് 2019 വണ്ടിയല്ലേ, എങ്ങനെ പോയാലും നമുക്കൊരു 50-60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇറക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഇറക്കാം, നമുക്ക് ഇറക്കാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് ആണ്, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അതുമല്ല നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അഡീഷണൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈലേജിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 15-ന്റെ അകത്തായിട്ട് കണ്ടാൽ മതി. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ്, ഏറ്റവും നല്ല കംഫർട്ട് വണ്ടിയാണ്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്കൊരു സെഡാൻ വണ്ടിയിൽ കിട്ടുന്ന അതേ ഒരു ഇത് ഹാച്ച് ബാക്കിൽ കിട്ടും. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞേ മറന്നുകൊണ്ടാണ് നമ്മുടെ 25,000 ഏകദേശം ഡിസ്കൗണ്ട് റേറ്റ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ വണ്ടിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു, സോറി, നമ്മുടെ ഇപ്പോൾ എല്ലാവരും ഫിനാൻസിൻ്റെ കാര്യം ചോദിച്ചിട്ടായിരിക്കും കൂടുതൽ വിളിക്കുക. അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ എല്ലാത്തിനും പറയാറില്ല, പക്ഷെ എന്നാലും പറയാം, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ് വേണമെന്ന് പറഞ്ഞൊരു വണ്ടി നമുക്ക് ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധാർ, പാൻ കാർഡ്, 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോപ്പിയാണ് നമുക്ക് പ്രൈമറി ആയിട്ട് വേണ്ടത്. എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് നമ്മളിപ്പോൾ എല്ലാത്തിലും പറയുന്നുണ്ട് ഒരു 60-70 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാമെന്നുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബേസ്ഡ് ഓൺ സിബിൽ സ്കോറും നമ്മുടെ ഇത് വെച്ചിട്ടാണ്, ലോണിന്റെ ട്രാക്കും കാര്യങ്ങളും. ഇപ്പോൾ ലോൺ എടുത്തില്ലെങ്കിൽ തന്നെ അത് മൈനസ് സ്കോറാണ്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ മൈനസ് സ്കോർ ആയാലും വിഷയമില്ല, നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. തെറ്റിപ്പോയാലും വിഷയമാണ്, തെറ്റിപ്പോയ വിഷയമാണ്. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. പലർക്കും അത് വിളിച്ചിട്ട് പിന്നെ ഡൗട്ട് ഉണ്ടാവുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇനിയും വണ്ടികൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, ഈ കാണിച്ച വണ്ടികൾ മാത്രമൊന്നുമല്ല, ഒരുപാട് വണ്ടികൾ ഇനിയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ വണ്ടികളെ പറ്റി അറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോയിലും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും നമ്പർ, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർസ് കൊടുക്കുക, ലൈക്ക് തരിക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോയത്. ഓക്കെ, അപ്പോൾ വളരെ നന്ദി. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.